ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. തെർമോമീറ്റർ വെച്ച് ഭാസ്കരന്റെ പനി നോക്കി നിധി പറയണ കുറഞ്ഞിട്ടുണ്ട്. പുഞ്ചിരിച്ച ഭാസ്കരൻ പറയണ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ, പനി വരും പോകും. അപ്പൊ നിധി പറയണ ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പോകും. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് പോട്ടേന്നെ, നമ്മളായിട്ട് പിടിച്ചു നിർത്തിയിട്ട് എന്തിനാ. ഇത് കേട്ട നിധി പറയുകയാണ് എല്ലാവരും ഒരു ദിവസം പോകും എന്ന് കരുതി ആരും അതിന് മെനക്കെട്ട് ശ്രമിക്കാറില്ലല്ലോ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് തെറ്റ്. അപ്പൊ ആത്മഹത്യ ചെയ്യുന്നവരോ. ഇത് കേട്ട് നിധി പറയുകയാണ് എന്നാ പിന്നെ അത് ചെയ്യണം, രോഗത്തിന് ചികിത്സിക്കാതിരിക്കുകയല്ല വേണ്ടത്. ചിരിക്കാതെ ഇത് കുടിക്കാൻ നോക്ക്. ഭാസ്കരൻ ചോദിക്കുന്നു മോൾ എന്തിനാ ഇങ്ങനെ തിന്നാനും കുടിക്കാനും ഓരോന്ന് തന്നോണ്ടേ ഇരിക്കുന്നത്. അപ്പൊ നിധി പറയണ പനിയെ എതിർത്ത് നിൽക്കാൻ ആരോഗ്യം വേണ്ടേ, ഇതങ്ങോട്ട് കുടിക്ക്. ഇതെല്ലാം കണ്ട് പുഞ്ചിരിച്ച് ഹരീഷ് പതിയെ നികേഷിനോട് പറയുന്നു ഇയാളെ ഡീൽ ചെയ്യാൻ പറ്റിയ ആളെ ഏട്ടത്തിയ, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് ഭാസ്കരൻ അത് കുടിക്കുമ്പോൾ നിധി പറയുകയാണ് ഈ കള്ള് കുടിക്കുന്ന ശീലം ആദ്യം മാറ്റണം, കുടിച്ച ആരോഗ്യം പോയത്. അപ്പൊ ഭാസ്കരൻ പറയണ അതൊന്നും അല്ല മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ വീട്ടില് എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരാളും ചോദിക്കാനും പറയാനും വരില്ല, കണ്ട ഭാവം പോലും കാണിക്കില്ല. നിനക്കെന്താ എന്നോട് ഇത്ര സ്നേഹം. അപ്പൊ ഹരീഷ് പറയുകയാണ് ആദ്യം ഞങ്ങളെയും തിരിഞ്ഞു നോക്കണം, അപ്പോഴല്ലേ തിരിച്ചു ചെയ്യാൻ തോന്നും. അപ്പൊ നിധി പറയണ നല്ല പോയിന്റ്, അച്ഛൻ ആരെങ്കിലും ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ. ഇത് കേട്ട് ഭാസ്കരൻ പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു സുധീഷ് ഏട്ടാ എന്തു പറ്റി. സുധീഷ് ഇത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. നികേഷ് വീണ്ടും വീണ്ടും സുധീഷ് ഏട്ടാ എന്ന് വിളിക്കുകയാണ്. തട്ടി വിളിച്ചോണ്ട് നികേഷ് ചോദിക്കണം സുധീഷ് ഏട്ടാ സുധീഷ് ഏട്ടനോടാ ചോദിച്ചേ, എന്താ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ. അങ്ങനെയൊന്നും ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് പറയണ ഇല്ലേ ഉണ്ട്, ഫോണിൽ ചാർജ് ഉണ്ടായിട്ടും ചാർജ് ഇല്ലാന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പൊ സുധീഷ് പറയണ പ്രശ്നമൊന്നും ഇല്ലടാ, എന്റെ ഓണറല്ലേ അവിടെ പോയി ഇവിടെ പോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി, ചെറിയ വഴക്ക് ഞങ്ങൾ തമ്മിൽ, അതുകൊണ്ടാ ഫോൺ ഓഫ് ചെയ്ത്. അപ്പൊ നികേഷ് പറയണ ഓ ഞാൻ വിശ്വസിച്ചു. ഹരീഷ് ഏട്ടൻ വിശ്വസിച്ചില്ലേ. അപ്പൊ ഹരീഷ് പറയുന്നു സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചടാ, വിശ്വാസം ഇല്ലെങ്കിൽ പോടാന്ന് പറയുകയാണ് സുധീഷ്. ഈ സമയം പണി കഴിഞ്ഞ് അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു എങ്ങനെയുണ്ട് പനി. അപ്പൊ ഭാസ്കരൻ പറയണ ആ കുട്ടി തിന്നാൻ എന്തെങ്കിലും തന്നോണ്ടേ ഇരിക്കുകയാണ്, ആദ്യം തന്നെ പകുതി ശരിയായി. പുഞ്ചിരിച്ച് നിധി പറയുന്നു സുഭാഷ് ഏട്ടാ പനി ഇപ്പം കുറവായി. സുഭാഷ് തന്റെ സഞ്ജയിൽ നിന്നും ചാന്ദിനി കൊടുത്ത സ്വീറ്റ്സ് എടുക്കുമ്പോൾ നിധി ചോദിക്കുന്നു എന്താ സുഭാഷ് ഏട്ടാ ഇത്. അപ്പൊ സുഭാഷ് പറയണ ചാന്ദിനി തന്നു വിട്ടതാ. ഇത് കേട്ട് ഹരീഷും നികേഷും പറയുന്നു ഓ ചാന്ദിനി. അപ്പൊ സുഭാഷ് പറയുന്നു ചുമ്മാ അതിരിക്കടാ, എനിക്ക് വേണ്ടി ചാന്ദിനി സ്വീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു, അച്ഛ കഴിക്ക്. അപ്പൊ ഭാസ്കരൻ പറയണ എനിക്ക് വേണ്ടടാ, വായെല്ലാം കഴിക്കുന്നു. അപ്പൊ നിധി പറയണ സുഭാഷ് ഏട്ടാ അച്ഛന് പനിയുള്ളതല്ലേ, സ്വീറ്റ്സ് കൊടുക്കണ്ട. അപ്പൊ ഭാസ്കരൻ പറയണ മോളെ ഞാൻ പുറത്തേക്ക് പോവാണേ, ഈ ഫാന്റെ കാറ്റ് എനിക്ക് പറ്റുന്നില്ല, വെളി കിടന്നാൽ കുളിരുവെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയണ അത് കുഴപ്പമില്ല, ഈ ഫാന്റെ കാറ്റ് എനിക്ക് പറ്റാത്തെ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സ്വീറ്റ്സ് വാങ്ങിച്ചു കഴിക്കുകയാണ് നികേഷും ഹരീഷും. സുഭാഷ് ചോദിക്കുന്നു നന്നായിട്ടില്ലേടാ, നിധിക്ക് കൊടുക്ക്. അപ്പൊ ഹരീഷ് പറയണ എടാ ചാന്ദിനി എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടന്റെ മുഖത്തൊരു പ്രത്യേക തെളിച്ചമില്ലേ. ഒന്ന് പോടാ മോളെ നിധി കഴിക്കുന്നു പറഞ്ഞ് നിധിക്ക് സ്വീറ്റ്സ് കൊടുത്ത് സുഭാഷ് പറയുന്നു സുധീഷേ വന്നെടുക്കടാ, ദാ വരുന്ന സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് അവിടേക്ക് വന്ന് അതെടുത്ത് കഴിക്കുകയാണ്. നന്നായിട്ടുണ്ടെന്ന് നിധിയും സുധീഷും പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ഡെയിലി ചാന്ദിനിയുടെ വീട്ടിൽ പോയിട്ടാണോ വരുന്നത്. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു ഞാൻ എന്തിനാണ് ദിവസവും അവരുടെ വീട്ടിലേക്ക് പോകുന്നത്, ആ കുട്ടി ഇത് തരാൻ വേണ്ടി സൈറ്റിലേക്ക് വന്നതാ. ഓ സൈറ്റിലേക്ക് വന്നോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ തനിച്ച് വിടണ്ടെന്ന് കരുതി ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ വന്നേ, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് പറയണ ഓഹോ അപ്പൊ കഥ അങ്ങനെയാണല്ലേ. അപ്പൊ സുഭാഷ് ചോദിക്കട എന്താടാ വീട്ടിൽ കൊണ്ട് വിടാൻ പാടില്ലേ, ആ കുട്ടി സുരക്ഷിതമായിട്ട് വീട്ടിൽ പോണ്ടേ, ഭാഷ അറിയാത്ത സ്ഥലം കൂടിയല്ലേ. ഇത് കേട്ട് ഹരീഷ് അതെ അതെ എന്ന് പറയുമ്പോൾ സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോണൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുകയാണ് സുഭാഷേട്ടാ ചാന്ദിനിയാണോ. കോൺട്രാക്ടർ ആടാന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു ആർക്കാർക്കാ ക്വാളിറ്റി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അതെ അതെ ആ ടീക്കെ ശരിന്ന് പറഞ്ഞതാ. ഇത് കേട്ട് കണ്ണു തള്ളി സുഭാഷിനെ നോക്കുകയാണ് എല്ലാവരും. ശരിന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹരീഷ് പറയണ എടാ നികേഷേ ടീക്കേടാ. അവൻ നികേഷ് പറയണ ആ ടീക്കെ. ചമ്മലോടുകൂടി സുഭാഷ് പറയുന്നു എടാ അറിയാതെ വന്നു പോയതാ. തോളിൽ കൈവച്ച് സുധീഷ് പറയുന്നു അത് സാരമില്ല സുഭാഷ് ഏട്ടാ ടീക്കെ. അങ്ങനെ അവരെല്ലാവരും ടീക്കെ എന്ന് പറഞ്ഞ് സുഭാഷിനെ കളിയാക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് നിധി. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, വെറുതെ വിടടാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് ഓടി പോവുകയാണ്. ഇത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് ഫോണിൽ നോക്കുമ്പോൾ ഗായത്രി വിളിക്കുകയാണ്. ഇവളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഈ സമയം അവിടേക്ക് വരികയാണ് ഗായത്രിയുടെ 2 ബോയ് ഫ്രണ്ട്സ്. നിങ്ങൾ ആരാ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ ഉണ്ടല്ലോ. അപ്പൊ അവർ പറയുന്നു ഞങ്ങള് ഗായത്രിയുടെ ഫ്രണ്ട്സാ, ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് കണ്ടില്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയണ ഓ അതുകൊണ്ടാണല്ലേ എവിടെയോ കണ്ടതുപോലെ തോന്നിയത്, എങ്ങനെ നിങ്ങള് എന്റെ വീട് കണ്ടുപിടിച്ചു വന്നു. അപ്പൊ അവർ പറയണ ആവശ്യം ഞങ്ങളുടേതായി പോയില്ലേ, അന്വേഷിച്ചു വന്നു. കാർ ഡ്രൈവർ സുധീഷിന്റെ വീട് എവിടാണെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ വന്നേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതിലൊരാൾ ചോദിക്കണ എന്താ ബ്രോ ഗായത്രിയുമായി സംസാരിക്കാത്തത്, നിങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് അവള് അപ്സെറ്റ് ആയിട്ടിരിക്കുക. സുധീഷ് ചോദിക്കുന്നു അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ അവൾ എന്തിനാ അപ്സെറ്റ് ആകുന്നേ. അപ്പൊ ഫ്രണ്ട് ചോദിക്കണ എന്താ നിങ്ങളിപ്പോ ഇങ്ങനെ പറയുന്നത്, ഇത്രയും നാളും നല്ല രീതിയിൽ പെരുമാറിയിട്ട് പെട്ടെന്ന് എന്താ അവളെ അവോയ്ഡ് ചെയ്യുന്നേ, അവളുടെ കോൾ എടുക്കാത്ത എന്താ, അവള് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുന്നില്ല, ഇങ്ങനെ ആയാൽ എങ്ങനെയാ ബ്രോ, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ. അപ്പൊ സുധീഷ് പറയണ
പറയണ എടാ ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല, അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി എന്നെ ശല്യം ചെയ്യുക. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു ആരാ നിങ്ങളൊക്കെ? അപ്പൊ സുധീഷ് പറയണ ഗായത്രി ഇല്ലേ, ഗായത്രിയുടെ ഫ്രണ്ട്സാ. അപ്പൊ ഫ്രണ്ട് പറയണ ബ്രോ അവൾ വല്ലാതെ അപ്സെറ്റ് ആണ്, അവൾ കരയുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു വന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അവരിൽ ഒരാൾ ചോദിക്കുന്നു എന്താ ബ്രോ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ എനിക്ക് അവളോട് പ്രേമമൊന്നുമില്ല, നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അവളെ പ്രണയിച്ചിട്ട് ഇപ്പൊ ചതിച്ചതാണെന്ന്. ഞാൻ അവളെ പരിചയപ്പെട്ടിട്ട് 2 ആഴ്ചയായതേ ഉള്ളൂ, ചുമ്മാ സംസാരിച്ചു അത്രേ ഉള്ളൂ. അതിലൊരാൾ ചോദിക്കുന്നു ചുമ്മാ സംസാരിച്ചെന്നോ, നിങ്ങൾ എന്താ ഈ പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ അനിയ നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്, ഇങ്ങനെ വീട്ടിലേക്കൊന്നും വരാൻ പാടില്ല. അവർ പറയുന്നു അവള് കരഞ്ഞോണ്ടിരിക്കുകയാണ് ബ്രോ, പ്രണയിക്കുന്നതായിട്ട് ബിഹേവ് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ പെരുമാറിയാൽ എങ്ങനെയാ? അപ്പൊ സുധീഷ് ചോദിക്കുന്നു എടാ നിനക്കൊക്കെ പ്രണയം എന്താണെന്നറിയോ? അപ്പൊ ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടാ ചെറിയ പിള്ളേരല്ലേ, വിട്ടേര്, ഞാൻ അവളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ അവർ പറയണ രാത്രിയും പകലും ഫോണിൽ സംസാരിക്കുന്നത് ഞങ്ങളും കണ്ടിട്ടുള്ളതാ, അതാണോ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചത്? അപ്പൊ സുധീഷ് പറയണ ആ കുട്ടി എന്റെ സംസാരം തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുക, നിങ്ങളും അവള് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണോ? അതെല്ലാം ഒരാൾ പറയുന്നു ബ്രോ അവള് സെൻസിറ്റീവാ, ദയവ് ചെയ്ത് അവളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക, അവള് കരഞ്ഞോണ്ടിരിക്കുക, ഇപ്പൊ തന്നെ അവളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക. ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടൻ ഫോൺ വിളിച്ച് സംസാരിച്ചോളും, നിങ്ങളിപ്പോ പോവാൻ നോക്ക്. സുധീഷ് ചോദിക്കേണ്ട ആരാടാ ഇവരെല്ലാം, അവിടെ സങ്കടം താങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇവർക്ക്. ഗായത്രിയുടെ ഫ്രണ്ട്സ് ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ഞാൻ ചുമ്മാ നിധിയെ വെറുപ്പിക്കാൻ വേണ്ടി ആ പെണ്ണിനോട് സംസാരിച്ചു, ഞാൻ കാഷ്വലായിട്ട് സംസാരിച്ചതേ ഉള്ളൂ, ആ പെണ്ണത് സീരിയസ് ആയിട്ട് എടുത്തു. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ് ആ പെണ്ണിനൊരു ടേസ്റ്റ് ഇല്ലല്ലോ, സുധീഷ് ഏട്ടനെ കല്യാണം കഴിക്കാൻ പറ്റിക്കുന്നു. അപ്പൊ സുധീഷ് പറയണ അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്, ചെറിയ പെൺകുട്ടിയല്ലേ, അവൾ എന്നെ ഇങ്ങനെയൊക്കെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഫോണിൽ എത്ര മെസ്സേജാ വരുന്നതെന്നറിയോ, ഫോൺ വിളിച്ചോണ്ടേ ഇരിക്കുക, പെടാപ്പാട് വിടുത്തുക, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ആ പെണ്ണിത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഹരീഷ് പറയണ ഞാൻ അപ്പോഴേ സുധീഷ് എന്നോട് പറഞ്ഞതാ വെറുതെ ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടരുതെന്ന്, ഇത് വേണം ഏട്ടത്തിയെ പൊസസീവ് ആക്കാനാണെന്ന് പറഞ്ഞ ഓരോന്ന് ചെയ്തു കൂട്ടിട്ട് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ സുധീഷ് ഏട്ടൻ ആ പെണ്ണിനെ കണ്ട് സംസാരിക്കുക, ഫോണിൽ സംസാരിച്ചാൽ ശരിയാകില്ല, ആ പെണ്ണ് മനസ്സിലാക്കുമെന്ന് അറിയില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണ മനസ്സിലാക്കണം, മനസ്സിലാക്കിയേ പറ്റൂ, ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ, ഏട്ടത്തിയെ പൊസസീവ് ആക്കാനെന്ന് പറഞ്ഞ് പ്രശ്നത്തിൽ ചാടുകയാണെന്ന് പറഞ്ഞതല്ലേ. ഏത് കേട്ട് സുധീഷ് പറയണ നീ എന്നെ വഴക്ക് പറയുകയാണ്, നിന്നോട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഹരീഷ് പറയുന്നു ശരി നേരിൽ കണ്ട് സംസാരിക്കാം പെണ്ണിനെ. തുടർന്ന് രാവിലെ ഫോൺ ഓണാക്കാനാകാതെ വിഷമത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയണേ എന്തിനാ ഞാൻ അവളോട് പോയി സംസാരിക്കാൻ പോയത്, അറിയാതെ പോലും ഫോൺ ഓൺ ചെയ്യാൻ പറ്റില്ല, നിധിയെ പൊസസീവ് ആക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തത്, ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ലല്ലോ. തുടർന്ന് നിധി ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ ചാന്ദിനി എന്ത് പറയുന്നു? അപ്പൊ സുഭാഷ് പറയണ ചാന്ദിനി എന്ത് പറയാനാ, എന്താ നിങ്ങൾ സംസാരിക്കാറില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ ചാന്ദിനി പറയുന്നത് എനിക്കും മനസ്സിലാകില്ല, ഞാൻ പറയുന്നത് ചാന്ദിനിക്കും മനസ്സിലാകില്ല. ഇത് കേട്ട് നിധി പറയണ സുഭാഷ് ഏട്ടൻ ഹിന്ദി പഠിക്കണം. അപ്പൊ സുഭാഷ് പറയുന്നു എന്റെ കൂടെ ജോലി ചെയ്യുന്ന കൂടുതൽ പേരും ഹിന്ദിക്കാരാ, അവരോട് സംസാരിച്ച് 3-4 വാക്കുകളൊക്കെ എനിക്കറിയാം, അതിൽ കൂടുതൽ അറിയില്ല, 2-3 വരിയായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് കേട്ട് നിധി പറയണ നേരത്തെ ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ ആവശ്യമുണ്ടല്ലോ. അപ്പൊ സുഭാഷ് പറയണ ഞാൻ ഹിന്ദി പഠിക്കുന്നതിന് മുമ്പേ ചാന്ദിനി മലയാളം പഠിക്കുമെന്നാ തോന്നുന്നേ. ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു നമുക്ക് അത്രയ്ക്ക് അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കാൻ വേണ്ടി ഹിന്ദി പഠിക്കുന്നതൊക്കെ എളുപ്പമാ. പുഞ്ചിരിച്ച് സുഭാഷ് പറയണ ഓ അച്ഛാ. ചിരിച്ചോണ്ട് നിധി പറയണ ദേ കണ്ടില്ലേ. ഈ സമയം പാട്ടും പാടി അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. അരികിലേക്ക് ചെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കി നിധി ചോദിക്കുന്നു അച്ഛാ പനി കുറവുണ്ടോ, ഓക്കെ ആയോ? അപ്പൊ ഭാസ്കരൻ പറയണ എല്ലാം ഓക്കെ ആയി, നീ എന്തോരം ഗുളിക എനിക്ക് തന്നേ, ശരിയാകാതിരിക്കോ, പനിയൊക്കെ മാറി. അപ്പൊ നിധി പറയണ പനി മാറിയെന്ന് പറഞ്ഞ കള്ളു കുടിക്കാനൊന്നും പോകരുത്, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് ഉറങ്ങണം, ഒരുപാട് വെള്ളം കുടിക്കണം. ശരി മോളെ എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. പുഞ്ചിരിച്ച സുഭാഷ് പറയണ ഇപ്പം മോള് പറയുന്നത് മാത്രമാണ് അച്ഛൻ കേൾക്കുന്നത്, അങ്ങനെയൊന്നും അല്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ മോക്ക് അറിയാത്തത് കൊണ്ടാ, ഇതേപോലെയൊന്നും ഞങ്ങള് പറയുന്നത് അച്ഛൻ കേൾക്കാറില്ല, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക. ഈ സമയം അവിടേക്ക് വരികയാണ് തോമസ് ഏട്ടൻ. പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് പറയുന്നു വാ തോമസ് ഏട്ടാ, ഇതിനൊന്നും ഒരു കുറവും ഇല്ല എന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അകത്തേക്ക് കയറി വരുമ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞ് അവിടേക്ക് വരികയാണ് സുഭാഷും നിധിയും. തോമസ് ഏട്ടൻ പറയുന്നു നമസ്കാരം മോളെ, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു എന്ന് നിധി പറയുമ്പോൾ തോമസ് ഏട്ടൻ ചോദിക്കാണ് എടാ സുധീഷ് നീ എന്തിനാ ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കുന്നേ? ഓഫാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോണിൽ നോക്കുകയാണ് സുധീഷ്. അതെ ഫോൺ ഓഫ് ആയിരുന്നു, ചാർജ് ഇല്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട് തോമസ് ഏട്ടൻ ചോദിക്കുന്നു എന്താണ് സുധീഷ് ഇത്, ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാതാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ? നിന്നെ വിളിച്ചാ കിട്ടത്തില്ലല്ലോ, കസ്റ്റമേഴ്സ് വിളിച്ചോണ്ടിരിക്കുക, ശ്രദ്ധിച്ചില്ല എന്ന് സുധീഷ് പറയുമ്പോൾ തോമസ് ഏട്ടൻ പറയണ 24 മണിക്കൂറും അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ ശ്രദ്ധിച്ചില്ലെന്ന്. അപ്പൊ സുധീഷ് പറയണ തോമസ് ഏട്ടാ സ്വിച്ച് ഓഫ് ആയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയണ ശരിയടാ ഒരു ഓട്ടോ ഉണ്ട്, നീ പെട്ടെന്ന് ഡ്രസ് ചെയ്തിട്ട് വാ, 1 മണിക്കൂറിനുള്ളിൽ അവരുടെ വീട്ടിലെത്തണമെന്നാ പറഞ്ഞേ. ശരി തോമസ് ഏട്ടാ ഞാൻ ഇപ്പൊ വരാന്ന് സുധീഷ് പറയുമ്പോൾ തോമസ് ഏട്ടൻ പറയണ ആദ്യം നീ ആ ഫോണ് ചാർജ് ചെയ്യാൻ വെക്ക്. തുടർന്ന് തോമസ് ഏട്ടൻ പറയണ സുഭാഷ് ഇവൻ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല,
കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ വന്നത്. വലിയ വണ്ടി 3 ഉള്ളൂ. അതിലൊന്ന് സുധീഷിന്റെ കയ്യിലാ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ചായ എടുക്കാന്ന് സുഭാഷ് പറയുമ്പോൾ തോമസ് ഏട്ടൻ പറയുന്നു, വേണ്ട സുഭാഷ്, ഇപ്പൊ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. അവിടേക്ക് വന്ന സുധീഷ് പറയുന്നു, തോമസ് ഏട്ടാ ഞാൻ കുളിച്ചിട്ട് വരാമേ. അപ്പൊ തോമസ് ഏട്ടൻ പറയുന്നു, നീ അങ്ങ് വന്നാ മതി, ഫോൺ എടുക്കാൻ മറക്കരുത്. മോളെ അവനെ പറഞ്ഞു വിടണേന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് ടെൻഷനോട് കൂടി അവിടേക്ക് ഇരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്ത് പറ്റിയടാ ഇത്രയും നേരം ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് ഇവിടേക്ക് ഇരിക്കുന്നു? സുധീഷ് പറയുന്നു, എനിക്ക് വയ്യ സുഭാഷ് ഇടാ. എന്ത് പറ്റിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നല്ല ദൂരമുള്ള ഓട്ടോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് സുധീഷ് കുളിക്കാനായി പോവുകയാണ്. എന്ത് പറ്റി ഇവനെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടാ, എന്തോ കുഴപ്പമുണ്ട്. ഇവനിങ്ങനെ ഫോൺ ഓഫ് ആക്കി വെക്കാറില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, ഇന്നലെ വന്നപ്പോഴും ഫോൺ ഓഫായിരുന്നു. എന്താ ഓഫ് ചെയ്തതെന്ന് നികേഷ് ചോദിച്ചപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാ പറഞ്ഞു. ഫോൺ എടുത്ത് നികേഷ് നോക്കിയതാ, അപ്പം ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഫോൺ ഓൺ ആണെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ സ്വിച്ച് ഓഫ് എന്നേ പറയൂ. ഇത് കേട്ട് സുഭാഷ് പറയണ, ഓ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അവൻ? ഇവനെന്താ ഇങ്ങനെയായതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മോക്ക് എന്തെങ്കിലും അറിയാമോ? ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സുഭാഷ് പറയുന്നു, മോളെ അടുപ്പത്ത് കറി ഇരിക്കുക, മോൾ ആ ഫോൺ എടുത്ത് നോക്ക്. അങ്ങനെ സുഭാഷ് ഓടി വന്ന് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ആരാ മോളെ വിളിച്ചെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഫോണിൽ നോക്കി നിധി പറയുന്നു, ഗായത്രിയെ വിളിച്ച സുഭാഷ് ഏട്ടാ. 17 മിസ്ഡ് കോൾസ് ഉണ്ട്. ചാർജ് ഇല്ലാതെയാണ് സ്വിച്ച് ഓഫ് ആയെന്നല്ലേ പറഞ്ഞത്. 90% ചാർജ് ഉണ്ട്. വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് ഗായത്രി വിളിക്കുകയാണ്. കുളി കഴിഞ്ഞ് അവിടേക്ക് വന്ന സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഈ ഗായത്രി വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ? ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ ഫോൺ നോക്കിയിട്ട് സുധീഷ് പറയണ, 17 മിസ് കോളോ? നിധി കണ്ടു കാണും. അങ്ങനെ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ഗായത്രിയെ വിളിച്ചത് ഒരുപാട് തവണ വിളിച്ചു, അവക്ക് എന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞ് സുധീഷ് റൂമിലേക്ക് പോവുകയാണ്. സുഭാഷും നിധിയും സംശയത്തോടു കൂടി നിൽക്കുന്നു. തുടർന്ന് നികേഷിനെയും കൂട്ടി നിധി സ്കൂട്ടറിൽ ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. അവിടെ ഗായത്രി നിൽപ്പുണ്ട്. ഏട്ടത്തി, സുധീഷ് ഏട്ടന്റെ ആൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ, ആര് നിന്നാ നമുക്ക് എന്താടാ, നീ കോളേജിൽ പോയി പഠിക്കടാ, നിനക്ക് ബസ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണോ? അപ്പൊ നികേഷ് പറയണ, വേണ്ട ഏട്ടത്തി, ശരി എങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് വന്ന ഗായത്രി ചോദിക്കുന്നു, സുധീഷ് വന്നില്ലേ? സുധീഷിനെ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ടാ ചോദിച്ചേ. എന്താ വരാത്തത്? അറിയില്ലെന്ന് നിധി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ഗായത്രി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ഗായത്രി എന്ന് നോക്കിയിട്ട്, ശരി നികേഷ്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധി സ്കൂട്ടറിൽ അവിടെ നിന്ന് പോവുകയാണ്. ഇവനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞ് നികേഷിന്റെ അരികിലേക്ക് വന്ന ഗായത്രി ചോദിക്കുന്നു, സുധീഷേട്ടൻ വരുമോ? അപ്പൊ നികേഷ് പറയണ, വരാതിരിക്കുക, ഫോൺ നമ്പർ ഉണ്ടല്ലോ, വിളിച്ച് ചോദിക്കത്തില്ലായിരുന്നു? അപ്പൊ ഗായത്രി പറയണ, ഞാൻ ഫോൺ വിളിച്ചു, സുധീഷ് എടുത്തില്ല. അപ്പൊ നികേഷ് ചോദിക്കണ, എന്താ എടുക്കാഞ്ഞത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നായിരുന്നല്ലോ? അപ്പൊ ഗായത്രി പറയണ, വന്നു, സുധീഷിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അതിനുശേഷം കുറച്ചേരം നിന്നു, ഉടനെ അവിടുന്ന് പോയി. ഞാൻ ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല. എന്താ ഇങ്ങനെ ചെയ്യുന്നേ? നികേഷ് മനസ്സിൽ പറയണ, ബോയ് ഫ്രണ്ടോ? കല്യാണം കഴിഞ്ഞ ഏട്ടത്തി വീട്ടിലുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇത്രയ്ക്കൊക്കെ ആയോ? നികേഷ് ചോദിക്കുന്നു, അതെന്താ സുധീഷ് ഏട്ടനെ ബോയ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്ത്? ഞങ്ങളെ പോലെ കോളേജിൽ പോകുന്ന പയ്യന്മാരെ ഒന്നും കിട്ടില്ലായിരുന്നു. സുധീഷ് ഏട്ടനെ ബോയ് ഫ്രണ്ട് ആക്കിയതിന്റെ റീസൺ എന്താ? അപ്പൊ ഗായത്രി പറയണ, സുധീഷിനെ കാണാൻ സ്റ്റൈലാണല്ലോ, ഫണ്ണായിട്ട് സംസാരിക്കും, അതുകൊണ്ടാ എനിക്കിഷ്ടം. ഞാൻ സുധീഷിന്റെ ഒപ്പം കാറിൽ പോയിട്ടുണ്ട്, എന്ത് രസമായിട്ട് സംസാരിക്കുന്നത്, സമയം പോകുന്നതേ അറിയില്ല. ഇപ്പൊ എന്താന്നറിയില്ല, ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, എനിക്ക് സുധീഷിനോട് സംസാരിക്കണം. എങ്ങനെയാ സംസാരിക്കുക? അപ്പൊ നികേഷ് മനസ്സിൽ പറയണ, ബോയ് ഫ്രണ്ട്, എന്റെ ഏട്ടത്തി ഉള്ളപ്പോൾ സുധീഷ് ഏട്ടൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? ഇന്നത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം. അപ്പൊ ഗായത്രി പറയണ, എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് അറിയില്ല, എനിക്ക് സുധീഷിനെ കാണണം. ഇത് കേട്ട നികേഷ് പറയണ, സുധീഷ് ഏട്ടനെ കാണണം, അത്രയല്ലേ ഉള്ളൂ, വാ സുധീഷ് ഏട്ടൻ ഉള്ളിടത്ത് പോകാം. ഗായത്രി മനസ്സിൽ പറയണ, ഇവനെ വിശ്വസിച്ച് കൂടെ പോകാമോ? അപ്പൊ നികേഷ് പറയണ, വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ പോകാൻ നോക്ക്. ഞാൻ വരാന്ന് പറഞ്ഞ് ഗായത്രി നികേഷിന്റെ ഒപ്പം കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. നികേഷ് മനസ്സിൽ പറയണ, ഇന്ന് കോളേജിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എന്താകും നോക്കാം. തുടർന്ന് ഡ്രസ്സ് ചെയ്ത് ടെൻഷനോടുകൂടി ഹോളിലിരിക്കുകയാണ് സുധീഷ്. അവിടേക്ക് വരുന്ന ഹരീഷ് സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? 1 മണിക്കൂറിനുള്ളിൽ കസ്റ്റമറുടെ വീട്ടിൽ ചെല്ലണമെന്നല്ലേ തോമസ് ഏട്ടൻ പറഞ്ഞത്? ഇപ്പോഴും നീ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളോ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇതുവരെ കസ്റ്റമർ റെഡി ആയില്ല, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സുഭാഷ് ഏട്ടൻ? അപ്പൊ സുഭാഷ് പറയണ, ഫോൺ ഓഫ് ആക്കി വെച്ചിരിക്കുന്നു, നിന്റെ മുഖത്ത് നല്ല ടെൻഷനും ഉണ്ട്. ഹരീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിന്റെ അടുത്തൊരുത്തൻ ചത്തു കിടന്നാൽ പോലും നീ അറിയില്ല, ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ നീ എഴുന്നേറ്റ് പോകും. നീ ഇതൊക്കെ മനസ്സിലാക്കുവോ? അപ്പൊ ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഫോണിൽ നിന്ന് ചാർജ് പെട്ടെന്ന് പോകുന്നു, ഓഫ് ആകുന്നു, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ശരിയടാ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ ഹരീഷിനെയും കൂട്ടി സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങാനായി തുടങ്ങുമ്പോൾ ഗേറ്റ് തുറന്ന് അവിടേക്ക് വരികയാണ് നികേഷും ഗായത്രിയും. ഭാസ്കരൻ മനസ്സിൽ പറയുന്നു, ഇവൻ ആരെയാ കൂട്ടിക്കൊണ്ടുവരുന്നത്? സുഭാഷ് സംശയത്തോടു കൂടി അവരെ നോക്കുമ്പോൾ നികേഷ് പറയുന്നു, വാ ഇതാണ് എന്റെ വീട്. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നികേഷ്, ആരാ ഇത്? അപ്പൊ നികേഷ് പറയണ, അകത്തേക്ക് വാ പറയാം. അങ്ങനെ ഗായത്രിയും കൂട്ടി നികേഷ് അകത്തേക്ക് കയറി വരികയാണ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഇത് ആരാ വന്നിരിക്കുന്നത് നോക്ക്. ഗായത്രിയെ കണ്ട് ഞെട്ടി അവിടെ വന്ന് എഴുന്നേറ്റ് സുധീഷ് മനസ്സിൽ പറയണ, ഇവളെങ്ങനെ വീട്ടിലേക്ക് വന്നേ? സുഭാഷും ഹരീഷും ഭാസ്കരനും അവിടേക്ക് വരുന്നു. നികേഷ് പറയണ, സുധീഷ് എന്നെ കാണണമെന്ന് പറഞ്ഞു, അതാ കൂട്ടിക്കൊണ്ട് വന്നേ. ദേഷ്യത്തോടു കൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഗായത്രി
ചോദിക്കണ്ട, ഞാൻ വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാത്തെ? എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ ഇത് വേണം. ഗായത്രി പറയണ, ഞാൻ എത്ര തവണ വിളിച്ചു എന്നിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഒന്ന് മുതലേ സുധീഷ് പറയണ, അത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എടാ ആരാ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഒരു പെണ്ണിനെ കാണാറില്ലേ, ഗായത്രി, ആ പെണ്ണ ഇത്. ഗായത്രി പറയണ, സുധീഷ് എന്നോട് കള്ള പറഞ്ഞത്. എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ നിന്നും പോയതിനു ശേഷം എന്നോട് സുധീഷ് നേരെ സംസാരിച്ചിട്ടില്ല. അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ ഗായത്രി പറയണ, അവിടെ നിന്ന് ദേഷ്യപ്പെട്ടല്ലേ സുധീഷ് പോയത്? എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി, എന്താ എന്നോട് സംസാരിക്കാത്തെ? എന്താ പ്രശ്നം? എന്റെ ഫ്രണ്ട്സ് എല്ലാവരും സുധീഷ് പകുതി വെച്ച് ഇറങ്ങിപ്പോയത് കൊണ്ട് എന്തിനാണ് സുധീഷിനെ പ്രണയിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് കിട്ടി ഗായത്രിയെ നോക്കുകയാണ് സുഭാഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്